ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മോർണിംഗ് ടീയിലാണ്. രാവിലെ ഒരു നല്ല ചായയോടൊപ്പം ഒരു അറിവ്. വളരെ ഗംഭീരമായി നമ്മുടെ ഒരു സെഷൻ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു 4 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ്, 4 കൊല്ലം എന്ന് കൂട്ടിയാൽ മതി, 2020-21 ഒരു കാലഘട്ടങ്ങളിലെല്ലാം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 20K ആൾക്കാർ അപ്പോൾ തന്നെ അങ്ങ് കണ്ടു കഴിയും. ഒരു 4 മാസം 5 മാസം കൂടുമ്പോൾ ഇതൊക്കെ 1 lakhും 1.5 lakhും 2 lakhും ഒക്കെ ക്രോസ് ചെയ്യും. പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഭാഗമായി നമ്മുടെ ചാനലിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ 0-യിലോട്ട് പോയി നിന്നു. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് 2021, 22, 23 കാലഘട്ടങ്ങളിലെല്ലാം ഏറ്റവും സൂപ്പർ ഹിറ്റായിരുന്ന ഒന്നാണ് നമ്മുടെ ഈ മോർണിംഗ് ടീ. ഈ മോർണിംഗ് ടീ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് മോർണിംഗ് ടീ നടത്തിയതെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഏറ്റവും അറിവിൻ്റെ നിറകുടങ്ങളായ സ്റ്റീഫൻ സാറും സലീം സാറും ബിനോയ് സാറും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോർണിംഗ് ടീ ആണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു സയൻസ് ക്ലാസ്സാണ്. ഇന്ന് ഈ സയൻസ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കുഞ്ഞറിവാണ്, ഒരു ചെറിയ കാര്യമാണ്. രക്തപര്യന വ്യവസ്ഥ മൊത്തം നമ്മൾ പഠിക്കുകയല്ല, അതിൻ്റെ ഒരു 4-5 ഭാഗങ്ങളാക്കി മാറ്റിയാൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഗംഭീരമായി പഠിക്കാൻ പോവുകയാണ്. രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ച്, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ച് നമ്മളൊരു മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ ഉദ്ദേശമുണ്ട്. അപ്പോൾ ചായ കുടിച്ച് തുടങ്ങാം. ഒരു ആളുടെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അയാളുടെ രക്തത്തെ മാത്രമല്ല, അയാളുടെ മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ എന്ന് പറയുന്നത്. ഹൃദയത്തോടൊപ്പം രക്തവും ആ രക്തത്തെ ഒഴുക്കിക്കൊണ്ടുപോകാനുള്ള കുഴലുകളും രക്തക്കുഴലുകളും ചേരുമ്പോഴാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം പൂർണ്ണമാകുന്നത്. അപ്പോൾ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൃദയവും രക്തവും ബ്ലഡ് വെസലുകളും ചേർന്നതാണ് എന്ന് പഠിക്കണം. അപ്പോൾ രക്തപര്യന വ്യവസ്ഥ ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ ചേർന്നതാണ്. രക്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ 5 ലിറ്റർ രക്തമാണുള്ളത് എന്നാണ് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 5 മുതൽ 6 ലിറ്റർ വരെ എന്ന് പല ജേണലുകളിലും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് 5 ലിറ്റർ എന്നാണ്. ഈ രക്തത്തെക്കുറിച്ച് മാത്രം പഠിക്കാനുള്ളത് അത്രയും രക്തത്തിലുണ്ട്. അതുകൊണ്ട് രക്തത്തെക്കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെമറ്റോളജി എന്നാണ് പറയുക. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു വാക്ക് രക്തവുമായി ബന്ധപ്പെട്ടതാണ്. ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം. എന്നാൽ സമാനഗതിയിൽ തോന്നിക്കുന്ന വേറൊരു സ്റ്റഡിയാണ് ഹെർപ്പറ്റോളജി. ഓക്കെ, എന്ന് പറഞ്ഞാൽ റെപ്റ്റൈൽസ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. റെപ്റ്റൈൽസ്, ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. ഹെമറ്റോളജി ഉണ്ട്, ഹെപ്പറ്റോളജി ഉണ്ട്. അതേപോലെ തന്നെ ഹെപ്പറ്റോളജി എന്താണ്? ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് കരളിനെ കുറിച്ചുള്ള പഠനമാണ്. കരൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹെപ്പറ്റോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന കോശങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എന്താണ്? ഹെപ്പറ്റോളജി എന്നാണ്. ഈ രക്തത്തെ നമ്മൾ ജീവന്റെ നദി എന്നാണ് അറിയപ്പെടുന്നത്. ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നതാണ് രക്തം. രക്തത്തിന്റെ pH സാധാരണഗതിയിൽ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. രക്തത്തിന്റെ pH എത്രയാണെന്ന്. രക്തത്തിന്റെ pH 7.4 ആണ്. സാധാരണഗതിയിൽ ഒരു ദ്രാവകത്തിനുള്ളിലേക്ക് ആസിഡോ ബേസോ നമ്മൾ ചേർത്താൽ അതിന്റെ pH മാറാറുണ്ട്. പക്ഷെ രക്തത്തിന്റെ pH അങ്ങനെ മാറാറില്ല. രക്തത്തിന്റെ pH എപ്പോഴും 7.4 തന്നെയായിരിക്കും. നമ്മളൊരു കുറച്ച് ആസിഡോ ബേസോ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ രക്തത്തിന്റെ pH അങ്ങനെ മാറൂല. പക്ഷെ ഒരുപാട് ആസിഡും ബേസും ഒക്കെ രക്തത്തിൽ ചേർത്താൽ രക്തത്തിന്റെ pH മാറും. അപ്പോൾ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ, കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഈ രക്തത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ ലായനി എന്ന് പറയും. ബഫർ ലായനി, ബഫർ സൊല്യൂഷൻ. എനി സൊല്യൂഷൻ
which can resist the pH value, which can maintain the pH value even on the addition of small amount of acid or alkali is called buffer solution. So blood is a buffer solution. ബ്ലഡിനെ ഒരു ബഫർ സൊല്യൂഷൻ എന്ന് പറയാനുള്ള കാരണം ബ്ലഡിന്റെ pH അങ്ങനെ തന്നെ നിലനിർത്താൻ ബ്ലഡിന് അറിയാം. നിങ്ങൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്താലും കുറച്ച് ബേസ് ആഡ് ചെയ്താലും ബ്ലഡിന്റെ pH മാറത്തില്ല. അതുകൊണ്ടാണ് ബ്ലഡിനെ നമ്മൾ എന്ത് വിളിക്കുക? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഒരു ഹ്യൂമൻ ബോഡിയിൽ ആർട്ടറീസും ഉണ്ട്, വെയിൻസും ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ധമനി എന്നോ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലെന്നോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് അയോട്ട എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ മഹാധമനി എന്ന് പറയും. ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തത്തെ ഒഴുക്കിക്കൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന രക്തക്കുഴലാണ് മഹാധമനി. മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന ഹൃദയത്തിൽ നിന്നും രക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി അല്ലെങ്കിൽ അയോട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്നോ ഏറ്റവും വലിയ രക്തക്കുഴലെന്നോ PSC ചോദിക്കുമ്പോൾ ഉത്തരമായി എഴുതേണ്ടതും പറയേണ്ടതും അത് മഹാധമനിയാണ്, അയോട്ടയാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. അങ്ങനെ നമ്മൾ ഇന്ന് മോർണിംഗ് ടീയിൽ അടുത്ത് പറയാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടറീസിന്റെ പ്രധാനപ്പെട്ട ജോലി? ആർട്ടറീസിന്റെ പ്രധാനപ്പെട്ട ജോലി ശുദ്ധരക്തത്തെ വഹിക്കുക എന്നതാണ്. എന്നാൽ സിരകളുടെ പ്രധാനപ്പെട്ട ജോലി, വെയിനുകളുടെ പ്രധാനപ്പെട്ട ജോലി നേരെ തിരിച്ചു പറയണം, അശുദ്ധ രക്തത്തെ വഹിക്കുക, ക്യാരി ചെയ്യുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനിലെ ഏറ്റവും വലിയ വെയിനിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം അധോമഹാസിര എന്ന് പറയണം. അധോമഹാസിര എന്ന് പറയണം. ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയുടെ പേരാണ് അധോമഹാസിര എന്ന് പറയണം. ഊർധ്വമഹാസിരയുണ്ട്, അധോമഹാസിരയുണ്ട്. അധോമഹാസിരയാണ് ഏറ്റവും വലിയ സിര, ഇൻഫീരിയർ വീന കാവ. സുപ്പീരിയർ വീന കാവയുണ്ട്, ഇൻഫീരിയർ വീന കാവയുണ്ട്. ഇൻഫീരിയർ വീന കാവ അധോമഹാസിരയാണ് ഏറ്റവും വലിയ സിര. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തത്തെ ശരീരത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിരയാണ്. അശുദ്ധ രക്തത്തെ എത്തിക്കുന്ന രണ്ട് സിരകളിൽ സുപ്പീരിയർ വീന കാവയുണ്ട്, ഇൻഫീരിയർ വീന കാവയുണ്ട്. അതായത് ഊർധ്വമഹാസിരയുണ്ട്, അധോമഹാസിരയുണ്ട്. ഏറ്റവും വലിയ സിരയാണ് അധോമഹാസിര. രക്തത്തിൽ പ്രതിരോധം, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലൂടെ ആരെങ്കിലും നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നാൻ വന്നാൽ അവയ്ക്കെതിരെ പ്രതിരോധ ചട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒന്നാണ് T സെൽ അല്ലെങ്കിൽ T കോശങ്ങൾ. T സെൽസ് എന്ന് പറയും. പഠിച്ചിട്ടുണ്ടാവും, ബയോളജി പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം T സെൽ. ഈ T സെല്ലുകളെ ബാധിക്കുന്ന രോഗമാണ് എയ്ഡ്സ്, അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എയ്ഡ്സ് സിൻഡ്രോം. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ T കോശങ്ങളെ ബാധിക്കുന്ന രോഗമാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് SCRT പുസ്തകം അനുസരിച്ച് 5 ലിറ്ററാണ്. ഇവിടെ നമ്മൾ 5 മുതൽ 6 വരെ എന്ന് പറയും. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കുന്നു. എന്നാൽ രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. രക്തത്തിലൊരു സോൾവെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമുണ്ട്, അതാണ് പ്ലാസ്മ. രക്തത്തിൽ പ്ലാസ്മ, നമ്മളൊരു മോർണിംഗ് ടീയിൽ ഈ പ്ലാസ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉടൻ തന്നെയുള്ള ഏതെങ്കിലും ഒരു മോർണിംഗ് ടീയിൽ നിങ്ങൾ പ്ലാസ്മയെ കുറിച്ച് കേൾക്കും. ജലം, രക്തകോശങ്ങളെ കുറിച്ച് നമ്മൾ മോർണിംഗ് ടീ ചെയ്തു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ രക്തകോശങ്ങളെ കുറിച്ചുള്ള ക്ലാസ് വരുന്നതായിരിക്കും. RBC, WBC, പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ശ്രദ്ധിക്കണം, പ്ലാസ്മ, ജലം, രക്തകോശങ്ങൾ ഇവയാണ് രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്ലാസ്മ, ജലം, രക്തകോശങ്ങൾ. ഇതെല്ലാം രക്തത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങൾ ആണ്. ഇനി രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയതാരാണ്? വില്യം ഹാർവിയാണ്. ഇംഗ്ലണ്ടുകാരനായ വില്യം ഹാർവിയാണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയത്. എന്നാൽ രക്തലോമികകൾ എന്ന് വെച്ചാൽ ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് പറയും. ബ്ലഡ് ക്യാപ്പിലറീസ് കണ്ടെത്തിയത് ഒരു ഇറ്റലിക്കാരനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മാർസെല്ലോ മാൽപിജി. മാർസെല്ലോ മാൽപിജി ആണ് ഈ ബ്ലഡ് ക്യാപ്പിലറീസ് കണ്ടെത്തിയത്. എന്നാൽ
രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. രക്തലോമികകൾ കണ്ടെത്തിയത് മാർസെല്ലോ മാൽപീജി എന്ന ഇറ്റാലിയക്കാരനാണ്. ഇനി ലോമികകളിലൂടെ ബ്ലഡ് കാപ്പിലറീസിലൂടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നു വരുന്ന ഒരു ദ്രാവകമുണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് ലിംഫ് എന്ന് പറയുന്നു. ഓക്കെ, ലിംഫ് എന്ന് പറയും. എന്താണ് ലിംഫ്? കാപ്പിലറീസിലൂടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നു വരുന്ന ദ്രാവകത്തെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുക. ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോഴുണ്ടാകുന്ന രോഗമാണ് നീർവീക്കം അല്ലെങ്കിൽ ഒഡീമ, ഡ്രോപ്സി എന്നൊക്കെ നമ്മൾ പറയാറുള്ള രോഗം. ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോഴുണ്ടാകുന്ന രോഗമാണ് ഒഡീമ. ഓക്കെ, ലിംഫ് സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗമാണ് മന്ത്. മന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ മന്ത്. ശരീരത്തിൻ്റെ ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്, ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം പ്ലീഹ. അപ്പോൾ ശരീരത്തിലെ രക്തബാങ്ക് എന്ന് അറിയപ്പെടുന്നത് പ്ലീഹയാണ്. എന്നാൽ രക്തമില്ലാത്ത കലകൾ ഏതാണ്? രക്തമില്ലാത്ത കലകൾ, ടിഷ്യൂ ഏതാണ്? ഉത്തരം പറയണം എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. രക്തത്തിലൊരു പഞ്ചസാരയുണ്ട്. നമ്മൾ എന്ത് കഴിച്ചാലും, കാർബോഹൈഡ്രേറ്റഡ് ഫുഡ് കഴിച്ചാൽ നമ്മുടെ ശരീരം അതിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ആ ഗ്ലൂക്കോസ് എവിടെ കലരുന്നു? രക്തത്തിൽ കലരുന്നു. ഈ രക്തത്തിൽ കാണപ്പെടുന്ന പഞ്ചസാര ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം ഗ്ലൂക്കോസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇന്റേണൽ ഓർഗനുകളുണ്ട്. ഹൃദയമുണ്ട്, തലച്ചോറുണ്ട്, കരളുണ്ട്, വൃക്കയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഇന്റേണൽ ഓർഗൻ കൊണ്ട് സമ്പുഷ്ടവും സമ്പന്നവുമാണ് ഒരു മനുഷ്യന്റെ ശരീരം. ഈ മനുഷ്യന്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്, പരസ്പരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെ ബന്ധിപ്പിക്കുന്നത്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് രക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് രക്തം ഒരു ദിവസം ഒരു നേരം ഒന്ന് ഹർത്താൽ ആചരിച്ചാൽ തീരാവുന്നതേയുള്ളൂ മനുഷ്യന്റെ അഹങ്കാരം. അതായത് മനുഷ്യന്റെ ശരീരത്തിലെ ജീവന്റെ നദി എന്നാണ് രക്തം അറിയപ്പെടുന്നത്. ഈ രക്തത്തിനകത്ത് രക്തത്തെ രക്തമാക്കി മാറ്റുന്നത് ആരാണ്? രക്തത്തിലെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. ഇവരെ എന്തിലാണ്? പ്ലാസ്മയിലാണ് ലയിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പ്ലാസ്മയിൽ ഓടിക്കളിക്കുന്ന RBCയും WBCയും പ്ലേറ്റ്ലെറ്റുകളും അതിനോടൊപ്പം ചില പ്രോട്ടീനുകളും ചില ലിപ്പിഡുകളും ഒക്കെ ചേർന്ന് രക്തത്തിനകത്ത് കുറേ ചേരുവകൾ ഉണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, രക്തകോശങ്ങളെ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ജോലികൾ നിർവഹിക്കുന്നത് നമ്മുടെ എല്ലിനകത്തിരിക്കുന്ന മജ്ജ, ബോൺ മാരോ എന്ന് പറയുന്ന പാർട്ടാണ്. ബോൺ മാരോ ആണെങ്കിലും ആ ഒരു രക്തകോശത്തെ നിർമ്മിക്കുവാൻ വൈറ്റമിനുകളുടെ പങ്ക് വളരെ വലുതാണ്, ധാതുക്കളുടെ പങ്ക് വളരെ വലുതാണ്. പഠിക്കാനുണ്ട്. രക്തത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ മോർണിംഗ് ടീ നിങ്ങളെ അതിന് ഒരു തിരികൊളുത്തി തരികയാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ ഹീമോപോയിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ മോർണിംഗ് ടീയിലൂടെ നമുക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, രക്തപര്യന വ്യവസ്ഥ മത്സര പരീക്ഷകളിലെ ഒരു പ്രധാന ഇനമാണെന്നും ആ ഒരു രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായി നമ്മൾ നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ക്ലാസ്സാണ്. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ തൊട്ടടുത്ത സയൻസിൻ്റെ മോർണിംഗ് ടീയിൽ ഞാൻ RBCയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ WBC, പക്ഷേ കീറി മുറിച്ച് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കും. മോർണിംഗ് ടീ ശീലമാക്കുക, ജയിക്കുന്നത് വരെ.